യുവതിയുടെ മരണം ആത്മഹത്യയെന്ന് കരുതിയ കേസിൽ വഴിത്തിരിവുണ്ടാക്കി 4 വയസ്സുകാരി മകൾ. ഉത്തർപ്രദേശിലെ ഝാൻസിയിലാണ് സംഭവം. പഞ്ചവടി ശിവ പരിവാർ കോളനിയിലെ സൊനാലി ഭുതോലിയ എന്ന 27-കാരിയുടെ മരണത്തിലാണ് മകൾ വരച്ച ചിത്രം നിർണായകമായത്. തുടക്കം മുതൽ യുവതിയുടെ മരണം ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന് മാതാപിതാക്കൾ ആരോപണം ഉന്നയിച്ചിരുന്നു. മകൾക്ക് സുഖമില്ലെന്ന് പറഞ്ഞാണ് മാതാപിതാക്കളെ ഭർത്തൃവീട്ടുകാർ ഫോൺ ചെയ്യുന്നത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് സൊനാലി തൂങ്ങി മരിച്ചെന്ന് ഭർത്തൃവീട്ടുകാർ പറയുന്നത്. എന്നാൽ യുവതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് ഭർത്തൃവീട്ടുകാരുടെ വാദം. മധ്യപ്രദേശുകാരനായ സന്ദീപിനെ 2019-ലാണ് സൊനാലി വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സന്ദീപും അയാളുടെ മാതാപിതാക്കളും സൊനാലിയോട് കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെടാൻ തുടങ്ങി. വിവാഹത്തോടനുബന്ധിച്ച് 20 ലക്ഷത്തോളം സൊനാലിയുടെ മാതാപിതാക്കൾ നൽകിയിരുന്നു. എന്നാൽ കൂടുതൽ പണവും പുതിയ കാറും വാങ്ങിത്തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ വിസമ്മതിച്ചു. പിന്നീട് ഇയാൾ മകളെ സ്ഥിരമായി ഉപദ്രവിക്കുകയായിരുന്നെന്ന് മാതാപിതാക്കൾ പറയുന്നു. ഇതിനിടെ യുവതി പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. ഇതിന്റെ പേരിലും പ്രശ്നങ്ങൾ ഏറെയുണ്ടായി. പ്രസവശേഷം കുഞ്ഞിനെ കാണാൻ പോലും തയ്യാറാകാതെ ഭർത്തൃവീട്ടുകാർ ആശുപത്രിയിൽ നിന്ന് പോയി. കൂടാതെ പ്രസവത്തിന്റെ ചെലവ് നോക്കിയതെല്ലാം സൊനാലിയുടെ കുടുംബമായിരുന്നു. ഇനി ഭർത്തൃവീട്ടിലേക്ക് പോകേണ്ടെന്ന് മാതാപിതാക്കൾ സൊനാലിയോട് പറഞ്ഞിരുന്നു. പക്ഷേ മാസങ്ങൾക്ക് ശേഷം സഞ്ജീവ് സൊനാലിയെയും കുഞ്ഞിനെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് അവിടെ വച്ചായിരുന്നു യുവതി മരിച്ചത്. സൊനാലിയുടെ മരണശേഷം മകൾ ഭർത്തൃവീട്ടുകാരുടെ കൂടെ ഉണ്ടായിരുന്നു. അതിനിടെയാണ് കുട്ടി വരച്ച ചിത്രം ശ്രദ്ധയിൽപ്പെടുന്നത്. കഴുത്തിൽ കയറിട്ട നിലയിലുള്ള ഒരു രൂപമാണ് കുട്ടി വരച്ചത്. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് അമ്മയെ പപ്പ കൊന്നതാണെന്ന് കുട്ടി വെളിപ്പെടുത്തിയത്. പപ്പ മമ്മിയെ തല്ലി, പിന്നെ കൊന്നു. തലയിൽ കല്ലുകൊണ്ട് അടിച്ച ശേഷം കെട്ടിത്തൂക്കിയെന്നും പെൺകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞതായി റിപ്പോർട്ട് പറയുന്നു. പപ്പ മമ്മിയെയും എപ്പോഴും ഉപദ്രവിക്കാറുണ്ട്. ഇനിയും മമ്മിയെ തല്ലിയാൽ പപ്പയുടെ കൈ ഒടിക്കുമെന്ന് താൻ പറഞ്ഞു. അത് കേട്ട് എന്നെയും പിതാവ് തല്ലി. സംസാരിച്ചാൽ അമ്മയെപ്പോലെ തന്നെയും ഉപദ്രവിക്കുമെന്ന് പപ്പ പറഞ്ഞുവെന്നും കുട്ടി വെളിപ്പെടുത്തി. യുവതിയുടെ പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ടിന് കാത്തിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്.